ഭാഷയ്ക്കും കേരളത്തിനും അമൂല്യ സംഭാവന നൽകിയ സാഹിത്യരംഗത്തെ അതികായകനായിരുന്നു MD വാസുദേവൻ നായരെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. മലയാളത്തെ ലോകോത്തര രംഗത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ രചനകൾ സഹായിച്ചു. മലയാള സാഹിത്യത്തിന്റെ കുലപതി കൂടിയായ MDയുടെ വേർപാട് വേദനാജനകമാണെന്നും EP പറഞ്ഞു. അദ്ദേഹത്തിന്റെ രചനകൾ സിനിമാ മേഖലയെയും പരിപോഷിപ്പിച്ചു. കൈവച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച മനുഷ്യസ്നേഹിയായിരുന്നു MD. അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചിക്കുന്നതായും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും EP ജയരാജൻ പറഞ്ഞു. ശ്രീ MD വാസുദേവൻ നായർ ഇന്നലെ രാത്രി നമ്മളോട് വിട പറഞ്ഞു. മലയാള ഭാഷയ്ക്കും കേരളത്തിനും അമൂല്യ സംഭാവനകൾ നൽകിയ സാഹിത്യരംഗത്തെ മലയാള സാഹിത്യരംഗത്തെ അതികായകനായിരുന്നു ശ്രീ MD. മലയാളത്തെ ലോകോത്തര രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും സഹായിച്ചു. ആ വലിയ മനുഷ്യൻ്റെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു കുലപതി അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ വേദനയും ദുഃഖവുമുണ്ട്. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും എൻ്റെ അനുശോചനം അറിയിക്കുന്നു. പാല് ട്രെയിലർ വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of